ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാസ്മിൻ സൈഡിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ചെടികളുണ്ട്. കോംബോ ആയിട്ടും അതുപോലെ സെപ്പറേറ്റ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക, അതിനുശേഷം ഓർഡർ ചെയ്യുക. നമ്മൾ ചെടികൾ അയക്കുന്നത് DTDC കൊറിയർ വഴിയാണ് ചെടികൾ അയക്കുന്നത്. അപ്പം വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക, അതിനുശേഷം ഓർഡർ ചെയ്യുക. അപ്പം നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്ക് ആർഗീരിയ മാൻഡിവില്ലയുടെ വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫ് എന്ന് പറയുന്നത് കാന്താരി മുളക് പോലെയാണ് ഇരിക്കുന്നത്. ഈ പൂത്ത് നിൽക്കുന്ന പ്ലാന്റ് കണ്ട ഈ പിക്ചറിൻ്റെ ഫോട്ടോ നമ്മുടെ വീട്ടിൽ പൂത്തിരിക്കുന്ന വീഡിയോ ആണ് ഞാൻ സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇത് എൻ്റെ ഫോട്ടോ തന്നെയാണ്. പിന്നെ അതുപോലെ ഇതാണ് പ്ലാന്റ് സൈസ്. ഇതിന് ഒരു കെയറിങ്ങും വേണ്ട. ഇതിന് 150 രൂപയാണ് കുറ്റിച്ചെടിയായിട്ടും അതുപോലെ നമുക്ക് വള്ളിച്ചെടിയായിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ആർഗീരിയ പ്ലാന്റ്. ഇത് കുറ്റിച്ചെടിയായിട്ട് പ്രൂൺ ചെയ്യുമ്പം അതാണ്ട് ഞാൻ 2 രീതിക്ക് ഞാൻ ഇതിനെ എടുത്തിട്ടുണ്ട്. അതാണ്ട് കുറ്റിച്ചെടിയായിട്ട് നമ്മൾ മണ്ട കട്ട് ചെയ്ത് വിട്ട് കഴിയുമ്പം ഇങ്ങനെ ഓരോ നോടിൽ നിന്നും പൊട്ടിക്കിളിച്ച് ചെടിക്ക് നല്ല കട്ടിയായി ഇത് കുറ്റിച്ചെടിയായിട്ട് മാറും. ഇനി ഇതല്ല നിങ്ങൾക്ക് വള്ളിച്ചെടിയായിട്ടാണ് വേണ്ടതെങ്കിൽ മാൻഡിവില്ല വളർത്തുന്ന പോലെ അതാണ്ട് ഇതും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് വള്ളിച്ചെടിയായിട്ടും വളർത്താം. പക്ഷേ കാട് പിടിച്ച് വളരുന്ന ഒരു ചെടിയല്ല, അടിപൊളി കുറ്റിച്ചെടിയായിട്ട് വളർത്തിയെടുക്കാം. നമുക്ക് അടുത്തത് ഒരു ചട്ടിയിൽ 3 കളർ വെറൈറ്റി ഫ്ലവർ ആണ് നമ്മൾ കോമ്പോയിലാണ് കൊടുക്കുന്നത്. ഈ ഒരു ചട്ടിയിൽ ഞാൻ 3 കളറിന് 330 രൂപയുടെ ഓഫറിലാണ് നമ്മളിപ്പം കൊടുക്കുന്നത്. അപ്പം പ്ലാന്റ് സൈസ് പല പ്ലാന്റിനും പല വലിപ്പമാണ്, ലീഫ് വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ 3 എണ്ണം 330 രൂപയും എക്സ്ട്രാ കൊറിയർ ചാർജിനുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ്. ലീഫ് വ്യത്യാസം ഇങ്ങനെ പല കളറിനും ലീഫ് വ്യത്യാസം ഉണ്ടാവും. അതുപോലെ വൈറ്റ് മാത്രമാണ് ഇച്ചിരി ഫാസ്റ്റായിട്ട് കിളിക്കുന്നത്. റെഡും പിങ്കും സ്ലോ ഗ്രോത്ത് ആണ്. ഇനി അതുപോലെ നമുക്ക് ജമന്തി, ടൈഗർ ജമന്തി, ഗ്രീൻ ജമന്തി. ടൈഗർ ജമന്തിയുടെ നമുക്ക് 2 വെറൈറ്റി ഉണ്ട് കേട്ടോ. ഈ 2 പിങ്കിൽ വൈറ്റ് കളർ വരുന്നതും ഇങ്ങനത്തെ ഉണ്ട്. ഇങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ഇനിയിപ്പം നമ്മൾ 4 കളർ ഒരു കോംബോ ഫുൾ എല്ലാം കൂടെ ചേർത്ത് 4 കളർ ഒരു കോംബോ നമ്മൾ 100 രൂപയ്ക്കായിരിക്കും കൊടുക്കുന്നത്. ഇതിനകത്ത് ടൈഗർ ജമന്തി കാണും. ടൈഗർ ജമന്തി 2 വെറൈറ്റി ഉണ്ടാവും കേട്ടോ. അപ്പം നമുക്കത് കളർ സെലക്ഷൻ ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് പ്രത്യേകം എടുത്ത് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ജമന്തികൾ നടുന്ന സമയത്ത് വളങ്ങളൊന്നും ചേർക്കരുത്. വളങ്ങളില്ലാതെ വേണം നടാൻ. വളമിട്ടാൽ ചെവിടെ അഴുകി പോകും. അതുപോലെ പൂക്കൾ ഒത്തിരി ഉണങ്ങുന്നതിന് മുന്നേ കട്ട് ചെയ്ത് കളയണം. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് ആയിട്ട് വരുന്നത്. പിന്നെ അടുത്തത് നമുക്ക് മരമുല്ല അല്ലെങ്കിൽ നാഗമുല്ല എന്ന് പറയും. നല്ല മണമാണ് കേട്ടോ. അപ്പം നമുക്കിത് ഇതിൻ്റെ പ്ലാന്റുകൾ ഇപ്പം വന്നിട്ടുണ്ട്. ഈ വലിപ്പത്തിലുള്ള പ്ലാന്റാണ്. ഇതിന് നമ്മൾ 70 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം നമുക്ക് കോളുകളില്ല. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഇനി അതുപോലെ രുദ്രാക്ഷം എന്ന് പറയും, ഇലയോ കാർപ്പസ് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇത് നമുക്ക് ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ ജിമിക്കി കമ്മൽ പോലെയാണ് വരുന്നത്. ഈ കവറോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ മാൻഡിവില്ല ഇത് എല്ലാം ഈ കവറോട് കൂടിയിട്ട് തന്നെയാണ് ചെടികൾ അയക്കുന്നത്. ഇതിൽ നിന്ന് കവറുകളൊന്നും റിമൂവ് ചെയ്യുന്നില്ല. ഇതിന് 80 രൂപയാണ്. അതുപോലെ തന്നെ നമ്മൾ വിക്കിപീഡിയ വഴി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെടിയുടെ ഫുൾ ഡീറ്റെയിൽ അതിൽ സസ്യം എന്നാണ് പറയുന്നത്. അപ്പം ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അല്ലാതെ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ വിക്കിപീഡിയ വ്യക്തമായിട്ട് നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ തരും, ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ തരും. മിക്കുള്ളവർ ഈ വിക്കിപീഡിയ വഴിയാണ് നമ്മൾ ചെടികളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയുന്നത്. അതുകൊണ്ട് ഞാനിത് ഗൂഗിളിൽ നിന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഇതൊന്ന് വായിച്ച് നോക്കുക. ഇലയോ കാർപ്പസ് എന്നാൽ ഏത് പ്ലാന്റ് ആണ്? അതാണ് രുദ്രാക്ഷം. അപ്പോൾ നിങ്ങൾക്കിത് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ഗോൾഡൻ ലൈസീമിയാണ്. ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ കണ്ടോ, നിറയെ പൂക്കളാണ്. വർഷം മുഴുവൻ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ്. നമുക്ക് ചെറിയ തൈകൾ ജിഫിയിലെയാണ് നമ്മളിത് റൂട്ട് പിടിപ്പിച്ചത് കൊടുക്കുന്ന. ചെറുതിലേ പൂക്കും. ഇതിന് 60 രൂപയാണ്. അപ്പം നമ്മൾ ആദ്യം കണ്ടതൊക്കെ കോംബോ ആയിട്ടും സെപ്പറേറ്റ് വേണ്ടവർക്ക് സെപ്പറേറ്റും പിന്നെ ഇനി കോംബോ വേണ്ടാത്തവർക്ക് സെപ്പറേറ്റും വാങ്ങാതാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇനി നമുക്ക് ബാൾസം കണ്ടോ, ഇംപേഷ്യൻസ് ബാൾസം നമ്മൾ 10 കളർ ഒരു കോംബോയിൽ കൊടുക്കുന്നുണ്ട്.
നമ്മൾ ഒരു തൈക്ക് വെറും 28 രൂപ എന്നുള്ളൊരു ഓഫറിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പം 10 എണ്ണം ആകുമ്പം 280 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും നമുക്ക് ഇനി കുറച്ച് പ്ലാന്റും കൂടെ ഉണ്ട്. അപ്പം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഇത് ജിഫി ബാഗിലെ തൈകളാണ്. ജിഫി ബാഗ് റിമൂവ് ചെയ്തിട്ട് ഈ വലിപ്പമുണ്ട്, ചിലതൊക്കെ നല്ല നീളമുള്ളതാണ്. അപ്പം നടുന്ന സമയത്ത് നിങ്ങൾ ജിഫി ബാഗ് കീറിക്കളയണം. ഒന്ന് നനച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ആ വെളുത്തിരിക്കുന്ന അത് റിമൂവ് ചെയ്തിട്ട് വേണം നടാൻ. കാരണം ഒത്തിരി പേര് വന്ന് ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് നടുന്നതെന്ന്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി മെലസ്റ്റോമ നമുക്ക് യെല്ലോ ഉണ്ട് കേട്ടോ. ഇതാണ് മെലസ്റ്റോമ യെല്ലോ. ഇതിന് നമ്മൾ 70 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത്യാവശ്യം ഇത് ഹാങ്ങിങ് ആയിട്ടും വളർത്താം കേട്ടോ. ചരിഞ്ഞിങ്ങനെ വന്ന് കിടക്കും. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഹാങ്ങിങ് ആയിട്ട് ഇത് പൂത്ത് കിടക്കുന്നത്. ഇനി തെറ്റിയുടെ നമുക്ക് 3 വെറൈറ്റി കളറുകളുണ്ട്. കണ്ടല്ലോ, ഇത് 140 രൂപയ്ക്കാണ് 3 പ്ലാന്റുകൾ കൊടുക്കുന്നത്. അതും എപ്പോഴും കിട്ടാത്ത 3 വെറൈറ്റിയാണ് കാണിച്ചു തരാം. ഈ വലിയ ലീഫിൽ വരുന്ന വൈറ്റ് ഉണ്ട്. നമുക്ക് വൈറ്റ് അങ്ങനെ എപ്പോഴും വരുന്നതല്ല. ഇത് നമുക്ക് വൈറ്റാണ് വരുന്നത്. ഒരു പീച്ചുണ്ട്, ഒരു പിങ്ക് ഉണ്ട്. ഇത് കണ്ടോ വൈറ്റ്. ഈ വൈറ്റ് വെറൈറ്റി നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ല. ഇതിൻ്റെ ലീഫിന് വ്യത്യാസമുണ്ട്. കണ്ട് ഇതാണ് ഫ്ലവർ. പിന്നെ നമുക്ക് ഒരു നോർമലി കിട്ടുന്ന ഒരു പിങ്ക് ഉണ്ട്, പിന്നെ ഒരു പീച്ച് കളറുണ്ട്. ഇതൊരു പീച്ചാണ് കേട്ടോ. ഇതൊരു വെറൈറ്റിയാണ്. കാരണം ബഞ്ചായിട്ട് പൂത്ത് നിൽക്കുമ്പോഴാണ്. ഇതെല്ലാം നമ്മൾ ഈ കവറോട് കൂടിയിട്ട് തന്നെയാണ് അയക്കുന്നത്. 140 രൂപയാണ് 3 പ്ലാന്റിൻ്റെ റേറ്റ്. അതുപോലെ തന്നെ കാസ്ക്ലോയുടെ തൈകൾ നമുക്കുണ്ട് വേറും. അപ്പം ഇതിനും 60 രൂപയാണ്. ഇപ്പം നട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പടർന്ന് കിളിച്ച് വരുന്നതാണ്. ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് എല്ലാം കവറോട് കൂടിയിട്ടാണ് നമ്മൾ ചെടികൾ അയക്കുന്നത്. ഇത് നമുക്കൊരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ലീഫ് കണ്ടോ, നല്ലൊരു ബട്ടർഫ്ലൈ ഷേപ്പിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. നമുക്ക് കുറ്റിച്ചെടിയായിട്ട് വളർത്താൻ പറ്റുന്ന, ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്താൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ്. കാരണം കണ്ടാൽ ഒരു പ്ലാസ്റ്റിക് പോലെയാണ് ഇരിക്കുന്നത്, ഒരു വൈറ്റ് പോട്ടിലൊക്കെ ആക്കി വെച്ചാൽ. അപ്പോൾ നമുക്ക് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിന് 130 രൂപയാണ് റേറ്റ്. അപ്പം ഇഷ്ടമുള്ളവർക്ക് ഇത് വാങ്ങാം. പിന്നീട് ഈ ചെടിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ചെടിയിൽ ഒരു ചെറിയ മുത്തുകൾ പോലുള്ളൊരു സാധനം കണ്ടോ, ഈ ചെടിക്കകത്ത് കണ്ടോ, ഇങ്ങനെ ഒരു കാകൾ പോലെ ഉണ്ടാവും. അത് നല്ല ഭംഗിയാണ് ഇതിനകത്ത് ഇങ്ങനെ കായ്ച്ചു കിടക്കുന്ന കാണാൻ. പിന്നെ ഇനി നമുക്ക് ഹാങ്ങിങ്ങിൽ വളർത്താൻ പറ്റുന്ന കാറ്റയിലുണ്ട്. പൂച്ചവാലെന്ന് പറയും. ജിഫിയിലെ തൈകളാണ്. 50 രൂപയാണ് പ്രൈസ്. ഇനി നമുക്ക് സാൻഡ് പേപ്പർ വൈൻ എന്നൊക്കെ പറയത്തില്ലേ, പെട്രിയാടെ പിങ്ക് ആണ് നമുക്കിപ്പോൾ ഉള്ളത്. ഈ വലുപ്പത്തിലുള്ള പ്ലാന്റ് 80 രൂപയാണ്. അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് കേട്ടോ. ഇത് സാൻഡ് പേപ്പർ വൈൻ്റെ പിങ്ക്. ഇനി നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് മെക്സിക്കൻ ഫ്ലെയിം എന്ന് പറയുന്നത്. ഇതുപോലെയാണ് പൂക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു മരത്തിലോ അല്ലെങ്കിൽ മതിലിൻ്റെ സൈഡിൽ നെറ്റ് കെട്ടിയൊക്കെ വളർത്തിയാൽ ഇതുപോലെ പൂത്ത് നിൽക്കും. കാണാനും നല്ല ഭംഗിയാണ്. ഇതിന് 80 രൂപയാണ് റേറ്റ്. അപ്പോൾ ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഓറഞ്ച് കളർ ഫ്ലവറാണ്. ഇന്ന് നമുക്ക് ഇത്രയും പ്ലാന്റുകളാണ് ഉള്ളത്. അപ്പോൾ ഇതിലേതാ വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് ഇടുകയോ വാട്സപ്പിൽ വന്ന് പറയുകയോ ചെയ്താൽ മതി. നമുക്ക് ചെടികൾ എടുക്കുമ്പം എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാവും വെയിറ്റ് അനുസരിച്ച്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, സി യു.